ശ്രീ സി കെ ശശീന്ദ്രൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ വാദം ജാമ്യം ലഭിച്ചു എന്ന് ചോദിച്ചാൽ മുൻകൂർ ജാമ്യം ലഭിച്ചു, മറ്റേത് കേസിലും എന്നതുപോലെ അന്വേഷണ സംഘത്തിന് മൊഴിയെടുക്കാനുള്ള സൗകര്യം മാത്രം ഇവിടെയും കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, മറ്റൊരു തരത്തിൽ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ IC ബാലകൃഷ്ണന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതോടുകൂടി അവർ പറഞ്ഞ വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നൊരു നറേഷനിലേക്ക് എത്താനുള്ള ഘട്ടമായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നിയമപരമായി കോടതി അവർക്ക് ജാമ്യം അനുവദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവരാവശ്യപ്പെടുന്ന രീതിയിൽ ലിമിറ്റഡ് കസ്റ്റഡി എന്ന നിലക്ക് 3 ദിവസം ഹാജരാവണമെന്ന് പറഞ്ഞു. ജാമ്യം കിട്ടുന്നത് ഒരു നിയമപരമായ കോടതിയുടെ ഒരു തീരുമാനമാണ്. ജാമ്യം കൊടുത്തു, അല്ലാണ്ട് കേസ് തള്ളുകയല്ലോ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്ന കേട്ടാത്തൊന്നും കേസാകെ തള്ളിപ്പോയി ഇനിയൊരു പ്രശ്നമില്ല എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വവും ആളുകളും അവരുടെ അഭിഭാഷകരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിയമപരമായിട്ട് ഒരിക്കലും ശരിയല്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മാത്രമല്ല, കോടതി പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് ഓഫീസിൽ ഉൾപ്പെടെ കയറി പരിശോധിക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് വെച്ചിരിക്കുന്നത്. 3 ദിവസത്തേക്ക് കസ്റ്റഡി, ലിമിറ്റഡ് കസ്റ്റഡി എന്ന നിലയ്ക്ക് രാവിലെ 10 മണി മുതൽ 5 മണി വരെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവണം. അതിനാവശ്യമായ നോട്ടീസ് എല്ലാം അന്വേഷണ സംഘം ബന്ധപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെ വിളിക്കണം, എപ്പോൾ വിളിക്കണം തുടങ്ങി തീരുമാനിക്കുന്നതെല്ലാം അന്വേഷണ സംഘമാണ്, നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് അതുകൊണ്ട് കേസിന്റെ മെറിറ്റിന് ഉള്ള അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ടൊരു വിധിയല്ലാതെ ജാമ്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യം മാത്രമാണുള്ളത്. ആ ജാമ്യത്തിനകത്ത് ഈ മുൻകൂർ ജാമ്യം കൊടുത്തു എന്നുള്ളത് കൊണ്ട് 17 പേരിൽ നിന്ന് കാശ് വാങ്ങിയിട്ടില്ല എന്നോ മറ്റു കാര്യങ്ങളൊന്നും ഒഴിവാകുന്നില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അവരുടെ മൊഴികളുണ്ട്, കത്തുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. നിർഭാഗ്യവശാൽ കോടതിക്കകത്ത് കോൺഗ്രസിന് വേണ്ടി വാദിച്ചവർ പറഞ്ഞിരിക്കുന്നത് മരിച്ചുപോയ വിജയേട്ടൻ തന്നെ വലിയ അഴിമതിക്കാരനാണെന്നൊക്കെ രീതിയിലാണ് കോൺഗ്രസിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റുമാർ അവിടെ പറഞ്ഞിരിക്കുന്നത്. തെറ്റായ കുറെ കാര്യങ്ങളാണ് അവിടെ ഉന്നയിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കുടുംബത്തോടൊപ്പമാണെന്ന് കോൺഗ്രസ് നേതൃത്വമൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ആ കുടുംബത്തെ ആകെ അപമാനിക്കുന്ന രീതിയിലാണ് കോടതിയിൽ അവര് വാദിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ടൊന്നും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അന്വേഷണ സംഘം ഗവൺമെന്റ് ആവട്ടെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെയും കൂടെ ഒരു സംയുക്ത സംഘമാണ് അന്വേഷണത്തിനുള്ള നടപടികളും മറ്റു കാര്യങ്ങളും നീക്കുന്നത്. അതോടൊപ്പം തന്നെ വിജിലൻസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ 2 അന്വേഷണങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് വിജയേട്ടൻ എഴുതി വെച്ച കത്തുകളിൽ കൃത്യമായിട്ട് ഇവരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ MLA പേരുണ്ട്, DCC പ്രസിഡന്റായിട്ടുള്ള ശ്രീ ND അപ്പച്ചന്റെ പേരുണ്ട്, അഴിമതി വീരനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് അറിയപ്പെടുന്ന അഴിമതി എങ്ങനെ നടത്താം എന്ന കാര്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയെന്ന് നാട്ടുകാരൊക്കെ പറയുന്ന KK ഗോപിനാഥൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവുണ്ട്. ഇവരെല്ലാം ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നവരാണ്. 4ാമത്തെ ഒരാൾ മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് അവർ പ്രചരിപ്പിക്കുന്ന പോലെ കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷക സംഘവും ഒക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ കേസാകെ ഒന്നും ഇല്ലാതായി എന്നല്ല. അതൊരു ജാമ്യവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ മാത്രമാണ് കോടതി അഭിപ്രായം പറഞ്ഞ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേസ് അതിശക്തമായി മുന്നോട്ട് പോകുന്നതിന്റെ ഫലമായിട്ട് ഇവരെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്ന സമാനമായ രീതിയിലുള്ള ലിമിറ്റഡ് കസ്റ്റഡി എന്ന രീതിയിലേക്കുള്ള ചോദ്യം ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ്. അതിന് അവരോട് ഹാജരാവണമെന്ന് കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഓഫീസിൽ ഉൾപ്പെടെ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദവും കോടതി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റായ രീതിയിലൊക്കെ ശരിയായി ഇനി കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് തികച്ചും തെറ്റാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. കോൺഗ്രസ് ചെന്നുപെട്ടിട്ടുള്ള വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം ചെന്നുപെട്ടിട്ടുള്ള വലിയ ഒരു പ്രതിസന്ധിയിൽ കോൺഗ്രസ് നേതൃത്വം ചെന്നുപെട്ടിരിക്കുകയാണ്. കോൺഗ്രസ് ആകെ ചെന്നുപെട്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അഴിമതി, കൊള്ള അതൊക്കെ നടത്തുന്ന ഒരു സംഘമായി വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ചോദ്യം ചെയ്യലോടുകൂടി കൂടുതൽ തെളിവുകളും കൂടുതൽ കാര്യങ്ങളും വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ നടത്തുന്ന തെറ്റായ പ്രചരണം നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നതല്ല. ശരി.